നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ടി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥിനിയുടെ സഹോദരൻ. കോതമംഗലം കറുകുടം ഞാഞ്ഞൂൾമൽ നഗറിൽ കടിഞ്ഞുന്മേൽ പരേതനായ എൽദോസിന്റെ മകൾ സോന എൽദോസിന്റെ മരണത്തിലാണ് ആൺസുഹൃത്തിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. സോനയെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾ മതം മാറണമെന്ന റമീസും കുടുംബവും നിർബന്ധിച്ചതായും ഇക്കാര്യം സോനയുടെ കുറിപ്പിലുണ്ടെന്നും സഹോദരൻ ബേസിൽ പറയുന്നു. അവർ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ചപ്പോൾ മതം മാറാൻ സമ്മതിച്ചിരുന്നു. പിന്നീട് റമീസിനെ ലോഡ്ജിൽ നിന്ന് അനാശാസ്യത്തിന് പിടിച്ചു. അതവർ മറച്ചുവെച്ചു. എന്നാൽ ഇക്കാര്യം സോന പിന്നീട് അറിഞ്ഞു. ഇതോടെ മതം മാറില്ലെന്ന് സോന നിലപാടെടുത്തു. അത് അവരെ പ്രകോപിപ്പിച്ചിരിക്കാം, പക്ഷേ അവർക്ക് മതം മാറിയേ പറ്റൂ. പൊന്നാനിയിൽ പോയി 2 മാസം നിൽക്കണമെന്നെല്ലാം പറഞ്ഞു. മതം മാറിയില്ലെങ്കിൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നെല്ലാമാണ് അവളോട് പറഞ്ഞത്. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാണ് സോന വീട്ടിൽ നിന്നിറങ്ങിയത്. അവിടെ നിന്ന് റമീസ് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയായിരുന്നു. റമീസും ബന്ധുക്കളും അവൻ്റെ കൂട്ടുകാരും അവളെ ഉപദ്രവിച്ചു, മർദ്ദിച്ചു. അവളുടെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടു കൂട്ടുകാരി പിറ്റേ ദിവസം കണ്ടിരുന്നു. സോനയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ശേഷം ആ കൂട്ടുകാരി തന്നെ മാറ്റി നിർത്തി പറഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം താൻ അറിയുന്നതെന്ന് ബേസിൽ പറയുന്നു. ആലുവയിലെ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് റമീസ് സോനയെ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് സഹോദരൻ പറഞ്ഞത്. ലോഡ്ജിൽ നിന്ന് റമീസിനെ പിടിച്ചപ്പോഴാണ് മതം മാറില്ലെന്ന് സോന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് വണ്ടി കാത്തു നിൽക്കുന്നു, അതിൽ കയറാനല്ലാതെ മുറിയിൽ നിന്ന് പുറത്തിറക്കില്ലെന്നാണ് അവളോട് പറഞ്ഞത്. പൂട്ടിയിട്ടപ്പോൾ അവൾ കൂട്ടുകാരെ വിളിച്ചിരുന്നു. അത് അവർ കേട്ടു. അങ്ങനെയാണ് വീട്ടിൽ തിരികെ കൊണ്ടാക്കിയത്. താൻ കരുതിയത് കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് വന്നതാണെന്നാണ്. രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. നീ പോയി മരിക്കൂ എന്നാണ് അവസാനം അവൻ സന്ദേശം അയച്ചത് എന്ന് ബേസിൽ പറയുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ടി വിദ്യാർത്ഥിനിയായ സോനയെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെയാണ് സോനയുടെ ആത്മഹത്യക്കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ആൺസുഹൃത്തായ റമീസും ഇയാളുടെ കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചു, വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കുറിപ്പിലുള്ളത്. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നായിരുന്നു റമീസിന്റെയും കുടുംബത്തിന്റെയും നിർബന്ധം. ഇതിനിടെ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ് റമീസ് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നെന്നും ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാനില്ലെന്നും സോനയുടെ കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.